കർഷക ദിനം ആലപ്പുഴ കൈനകരി ഇടപ്പള്ളി സോമാതുരത്ത് പാടശേഖരത്തിനും കർഷകർക്കൊപ്പം നിഷാദ് ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലെ കൈനകരിയിലുള്ള ഇടപ്പള്ളി സോമാതുരം പാടശേഖരത്തിലാണ്. നമ്മൾ ഈ കൈനകരിയിലെ പാടശേഖരങ്ങളുടെയൊക്കെ ഭംഗി പല റിപ്പോർട്ടുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ കുട്ടനാട്ടിൽ ഇപ്പോൾ രണ്ടാം കൃഷിയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ രാവിലെ തന്നെ പാടത്ത് എല്ലാവരും പണിക്കിറങ്ങിയിട്ടുണ്ട്. പാടത്ത് പണി ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കുട്ടനാടിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നതും ഈ ഒരു കൃഷി കൂടിയാണ്. ഈ പുതുവർഷം അല്ലെങ്കിൽ ചിങ്ങപ്പുലരി ചിങ്ങ 1 കർഷക ദിനമായി കൂടി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ ഒട്ടും മറക്കാൻ പറ്റാത്ത ആളുകളാണ് കുട്ടനാട്ടിലെയും മറ്റ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കർഷകരും. കുട്ടനാട്ടിൽ ഈ കർഷക ദിനം വിപുലമായി തന്നെ ആഘോഷിച്ചിരുന്നതാണ്. പക്ഷെ ഇത്തവണ വയനാട് ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് ആഘോഷമൊക്കെ ഒഴിവാക്കി ചെറിയ ഒരു പരിപാടിയായി മാത്രം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ കർഷകരുള്ളത്. ഇപ്പോൾ എനിക്കൊപ്പം ഈ സോമാതുരം പാടശേഖരത്തിലെ ഈ നെൽകർഷക സംരക്ഷണ സമിതിയുടെയും ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്ന കർഷകരും ഈ നെൽകർഷക സംരക്ഷണ സമിതിയുടെ അതിൽ പെട്ട ആളുകളുമൊക്കെ കർഷകരുമൊക്കെ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ പുതുവത്സരാശംസകൾ. എങ്ങനെയാണ് ഇത്തവണ നിങ്ങൾ ഈ കർഷക ദിനം ആഘോഷിക്കുന്നത്? വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളൊക്കെ വളരെ ലഘൂകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദുഃഖത്തിലാണ് നമ്മുടെ കർഷകരും. ഇപ്പം നമ്മൾ ഇത് ഇടപ്പള്ളി സോമാതുരം ഈ കൈനേരി കൃഷിഭവനിലുള്ള 27 പാടശേഖരങ്ങളാണുള്ളത്. അതിലൊരു പാടമാണിത്. ഇടപ്പള്ളി സോമാതുരം പാടശേഖരം 220 ഏക്കർ വിസ്തൃതിയുണ്ട്. ഇപ്പം വിതച്ചിട്ട് ഏകദേശം 35 ദിവസത്തോളമായി. ഇപ്പോൾ നടിച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും അമിതമായ വരിയുടെ സാന്നിധ്യമുള്ളതിന് ആ വരി നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഓണത്തിനോടനുബന്ധിച്ച് കൊയ്ത്തായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓണം കഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കൊയ്ത്തൊക്കെ ഈ ഞങ്ങളുടെ കൈനേരി പോലുള്ള പ്രദേശങ്ങളിൽ നടക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൈനേരിയെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ കൈനേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ഈ വർഷത്തിൽ 2 തവണ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ആവാസ വ്യവസ്ഥ ഇവിടുത്തെ ജനജീവിതത്തെ ഒരു നല്ല രീതിയിലേക്ക് നയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം സന്തോഷവാനാണ്. ഈ കൃഷിക്കാര് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ എന്തായാലും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ തന്നെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പല ദുരിതങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ദുരിതങ്ങൾ തന്നെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ സത്യം പറഞ്ഞാൽ സങ്കടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്ത നെല്ലിൻ്റെ പൈസ ഇപ്പോഴും കിട്ടാനായിട്ടുണ്ട്. അടുത്ത വിളവ് ഇറക്കി അതിൻ്റെ പൈസ കയ്യിൽ നിന്ന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ഇവിടെ കർഷകരില്ലെങ്കിൽ കർഷക തൊഴിലാളികളില്ല. ഇത്രയും ആൾക്കാരെയൊക്കെ ഈ ഒരേക്കറിനകത്ത് 50 പേര് 60 പേരൊക്കെ ആയി ഈ വരി നെല്ല് പറിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ കൃഷി ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടാൻ ഒത്തിരി താമസം വരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ നെൽകർഷക സംരക്ഷണ സമിതി കഴിഞ്ഞ 1 വർഷവും 2 മാസമായിട്ട് ഇതിനു വേണ്ടി അഹോരാത്രം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വാർഷികമാണ് ഈ നാളെ 2 മണിക്ക്. നമ്മുടെ കൃഷിമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ എപ്പോഴും കുട്ടനാട്ടിലെ കർഷകർ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നെല്ലിന്റെ വില സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പൊ നിലവിൽ എന്താണ് അവസ്ഥ? നിലവിൽ ഇപ്പോൾ ഒരു 90 കോടി രൂപയ്ക്ക് അടുത്ത് കൊടുക്കാറുണ്ട് ഇപ്പോഴും നിലവിൽ. അത് കർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷി ഇറക്കുന്ന വളരെ കടത്തിന്റെ പുറത്തായിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ 1 ഏക്കറിൽ 30,000 രൂപയോളം ചിലവ് കളവറിച്ച് മാറ്റുന്നതിന്. അങ്ങനെ പൈസ മുടക്കി കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുത്ത ഒരു 10 ദിവസം മാക്സിമം എങ്കിലും 10 ദിവസത്തിനെങ്കിലും കാശ് കിട്ടിയെങ്കിൽ മാത്രമേ കർഷകന് നിലനിൽപ്പുള്ളൂ. ഈ കർഷക വായ്പ എന്ന് പറയുന്നത് 6 മാസത്തെ കാലാവധിയാണ്. 6 മാസം കഴിഞ്ഞ് പലിശ 4% പലിശ എന്നുള്ള 10% ആവും. ആ 10% പലിശ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നെല്ലിൻ്റെ പൈസ കിട്ടാൻ താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലോൺ എടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക ഞങ്ങൾക്ക് ഇപ്പം കിട്ടേണ്ട കണക്കനുസരിച്ച് കിട്ടാൻ 32 രൂപ 57 പൈസ വെച്ച് കിട്ടണം. ഞങ്ങൾക്ക് ഇപ്പോഴും തരുന്ന 21 രൂപ 20 പൈസയാണ്, 28 രൂപ 20 പൈസയാണ്. അതുകൊണ്ട് നമുക്കൊന്നും ആകത്തില്ല. ഞങ്ങൾക്ക് അനുവദിച്ച തുക മതി, കൂടുതൽ വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിൻ്റെ വില കൂട്ടിയോണ്ട് ഇവിടെ ലോഡിംഗ് ചാർജ് ഉൾപ്പെടെ എല്ലാം കൂടി. ലോഡിംഗ് ചാർജ് കൊടുക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഞങ്ങൾക്ക് അനുവദിച്ച പൈസ കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. കേന്ദ്ര സർക്കാർ നൽകിയ ആ ഒരു പണം പോലും ഈ സംസ്ഥാന സർക്കാർ കർഷകർക്ക് നൽകുന്നില്ല. അതായിരുന്നു നിങ്ങളുടെ പ്രധാന പരാതി എന്ന് പറയുന്നത്. അതെ, കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഈ സ്ത്രീകളെ പാടത്ത് നിർത്തുമ്പോൾ ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് നിങ്ങൾ എത്ര രൂപ വെച്ചാണ് നൽകുന്നത്? അതൊക്കെ നിങ്ങൾക്ക് ഈ കൃഷിയെ ബാധിക്കത്തില്ല? നിങ്ങൾക്ക് ഈ കൃഷി ഏത് തരത്തിൽ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ എന്നാലും കള കയറി പിടിക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് 600 രൂപ കൂലിയാണ്. അതിന് പുറത്ത് ചായ വേറെയുള്ള കാര്യങ്ങളൊക്കെ വരികയല്ലേ. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് കൃഷി മുന്നോട്ട് പോകാൻ മേലാത്ത രീതിയാണിപ്പം. സർക്കാർ ഈ കാശ് നമുക്ക് താമസിക്കുന്നതും
ഇപ്പം സ്വർണം പണയം വെച്ചെന്ന് പറഞ്ഞാൽ പോയി, സ്വർണം പോയിരിക്കുക. ഈ 6 മാസം 7 മാസം കഴിഞ്ഞല്ലേ നമുക്ക് കാശ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഇപ്പം കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു പരിപാലന മാർഗം നമുക്കില്ലല്ലോ, കൃഷി മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്കെല്ലാം പാട്ട നിലക്കാരാണ് ഏറ്റവും കൂടുതൽ. പാട്ടം ചെയ്തിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ കടബാധ്യത മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ പാടത്ത് കഴിഞ്ഞ പ്രാവശ്യം 1 ഏക്കർ നിലത്തിൽ കിട്ടിയത് 10 കിൻഡിൽ നെല്ലാണ്. 10 കിൻഡിൽ നെല്ല് കിട്ടുമ്പോൾ 28,000 രൂപയെ വരികത്തുള്ളൂ. ഈ 28,000 രൂപ അത് അതിൻ്റെ മുതൽ മുടക്ക്, അതായത് ഒരു പാട്ട കൃഷി ചെയ്യുന്നതിന് പാട്ടം കൂടാതെ 28,000 രൂപയോളം ആ മുതൽ മുടക്കുണ്ട് അതിന് ചെയ്യുന്നതിന്. അന്നേരം അവൻ സ്വാഭാവികമായിട്ടും ആ പാട്ടം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ കാശ് പോയിരിക്കുകയാണ്. അതുകൂടാതെ പാടശേഖരത്തിന് നേർമകൾ അടയ്ക്കണം, പിന്നെ കൊയ്ത്തുകൂലി, ലോഡിംഗ് ചാർജ്, ഇത് അശാസ്ത്രീയമായ കൂലി വർധനവും നമുക്ക് അനുവദിക്കപ്പെട്ട നെല്ലുവില കിട്ടാത്തതാണ് ഇന്നത്തെ ഈ കുട്ടനാടൻ മേഖലയിലുള്ള കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. ഇത് സമയബന്ധിതമായി നമുക്ക് നെല്ലിൻ്റെ വില കിട്ടുന്നതിനോടൊപ്പം ഈ രാസവളങ്ങളുടെയും കളനാശിനിയുടെയും കീടനാശിനിയുടെയും എല്ലാം വർധനമെന്ന് പറഞ്ഞാൽ അമിതമായ വിലവർധനമാണ്. അതനുസരിച്ചാണ് ഇന്നത്തെ ഒരു കിൻഡിൽ നെല്ലിന് ഒരു 3,500 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനൊക്കത്തുള്ളൂ. ഈ കർഷക ദിനമൊക്കെ നമ്മൾ വളരെ വിപുലമായി ആചരിക്കുമ്പോഴും കുട്ടനാട്ടിലെ കർഷകരുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. പല ആളുകളും കൃഷി ചെയ്ത പണമൊക്കെ കിട്ടാൻ ഇനിയും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 2ാം കൃഷി നടക്കുന്നു, നമ്മൾ കണ്ടു. പാടത്ത് നിന്ന് സ്ത്രീകളടക്കമുള്ള കർഷക തൊഴിലാളികൾ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടു. കർഷക ദിനം ആചരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു അവസ്ഥ കൂടി സർക്കാർ മനസ്സിലാക്കണം, ഇവരെ കൂടി പരിഗണിക്കണം എന്ന് തന്നെയാണ് ഇവർ ഇത്രയും സമയം നമ്മളോട് പറഞ്ഞത്.